ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ അടൻ്റെ റെസിപ്പി ആയിട്ടാണ്. 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഒരു കൈപ്പിടി തേങ്ങ, 4 പച്ചമുളക്, ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. ആ സമയത്ത് 3 ഉള്ളി, കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ സമയത്ത് തന്നെ നമ്മുടെ ചെമ്മീനും ഒന്ന് ഈ പച്ചമണം മാറുമ്പോൾ ചെമ്മീനും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇതിങ്ങനത്തെ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അല്ലാതെ ഒന്ന് ഇളക്കി നല്ല മിക്സാക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളയിലൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിവിടെ മസാല റെഡിയായി. ഇനി നമുക്ക് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമുക്ക് ഈ അട പരത്താനുള്ളത് ഈ അരിപ്പൊടിൻ്റെ മാവിലാണ്. നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വാഴ ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് ഓരോരോ ഉരുളകളായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. നല്ല രീതിയിലൊന്ന് നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ മസാല തടിഞ്ഞ് കഴിഞ്ഞാലാണ് ഇത് തയ്യാറാക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഈ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് അടക്കുക. ഈ അടൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്നും അങ്ങനെ പരത്തി മസാല വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക, അടച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാതും നമുക്ക് ആവിത്തട്ടിലിട്ടിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ പറച്ചമ്പ് എന്നാണ് പറയുക. അപ്പോൾ അതിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഈ ചെമ്മീനട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യണേ.